ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 30 തിങ്കളാഴ്ച. നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാമെന്ന വാഗ്ദാനം കർഷകരോടുള്ള അവഹേളനമാണെന്ന് സമരരംഗത്തുള്ള കർഷകർ. സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് ബുറാഡിയിലേക്ക് പോകില്ലെന്നും നഗരത്തിന്റെ പ്രവേശന കവാടങ്ങൾ അടച്ച് ഡൽഹിയിലെ സമരം ശക്തമാക്കുമെന്നും കർഷക സംഘടനാ നേതാക്കൾ. കർഷകരോട് ബുറാഡിയിലേക്ക് സമരം മാറ്റാൻ അഭ്യർത്ഥനയുമായി വീണ്ടും കേന്ദ്ര സർക്കാർ. സമരക്കാർ ഇവിടേക്ക് മാറുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ സമരക്കാർക്ക് മന്ത്രിമാരുടെ ഉന്നതതല സംഘവുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല. രാജ്യതലസ്ഥാനത്ത് തുടരുന്ന കർഷക പ്രക്ഷോഭം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കർഷകരുടെ ഡൽഹി ചലോ പ്രതിഷേധ മാർച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ ഉള്ളതാണെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ പറഞ്ഞതിനോട് വിയോജിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. കർഷകർക്ക് പിന്തുണയുമായി സുപ്രീം കോടതിയിലെ ഒരു വിഭാഗം അഭിഭാഷകർ രംഗത്ത്. ഡൽഹി ബാർ കൗൺസിൽ അംഗം രാജീവ് ഖോസ്ല, മുതിർന്ന അഭിഭാഷകൻ HS ഫൂൽക്ക എന്നിവരുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ സുപ്രീം കോടതിക്ക് പുറത്ത് സംഘടിച്ച് കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഡിസംബർ 2 ഇടുക്കി ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 204.5 mm കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇത്തരത്തിൽ അതിതീവ്ര മഴ ലഭിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ. KSFEയിൽ റെയ്ഡിന് അനുമതി നൽകുകയും വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുത്തേക്കും. ഇതിന്റെ ഭാഗമായി റെയ്ഡും അനന്തര നടപടികളും സംബന്ധിച്ച് സർക്കാർ വിജിലൻസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSFEയെ കുറിച്ച് മാധ്യമങ്ങളിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ പരാതി വന്നിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ 40ഓളം ബ്രാഞ്ചുകളിൽ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ റെയ്ഡ് നടത്തിയതിന് അവരെ പ്രേരിപ്പിച്ച ഘടകമേത്? ആ ഘടകമേതെന്ന് വിജിലൻസ് ആണ് വിശദീകരിക്കേണ്ടതെന്ന് ആനത്തലവട്ടം ആനന്ദൻ. വിജിലൻസിലും ഞങ്ങളുടെ ആളുകളാണെന്നാണ് പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് 3 മാസത്തേക്ക് ആ കസേര തന്നെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. BJPക്കാരെ സഹായിക്കാനാണ് വിജിലൻസിലെ ചിലർ KSFE റെയ്ഡ് നടത്തിയതെന്ന ആരോപണം സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ. KSFEയിലെ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് ധനകാര്യമന്ത്രി നിശിതമായാണ് വിമർശിക്കുന്നത്. വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, അതിനർത്ഥം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്നാണെന്നാണ് മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്നലെ 49,775 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,643 പേർക്ക് COVID-19. 27 മരണമാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,223 രോഗം സ്ഥിരീകരിച്ചവരിൽ 87 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,951 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 571 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 34 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,861 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 64,589 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോഴിക്കോട് 851, മലപ്പുറം 721, തൃശൂർ 525, എറണാകുളം 512, കൊല്ലം 426, കോട്ടയം 399, പാലക്കാട് 394, ആലപ്പുഴ 381, തിരുവനന്തപുരം 370, കണ്ണൂർ 277, ഇടുക്കി 274, പത്തനംതിട്ട 244, വയനാട് 147, കാസർഗോഡ് 122. സംസ്ഥാനത്ത് ഇന്നലെ 2 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 524 ഹോട്ട്സ്പോട്ടുകൾ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ.
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ്. ക്ഷേത്ര ദർശനത്തിന് ഭക്തജനങ്ങളെ ഡിസംബർ 1 മുതൽ അനുവദിക്കുമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. കേരളവർമ്മ കോളേജിൽ ഭാര്യ ഡോക്ടർ ആർ ബിന്ദുവിനെ വൈസ് പ്രിൻസിപ്പലായി നിയമിച്ച സംഭവത്തിൽ പ്രതികരിക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നാട്ടിൽ എല്ലാത്തിനും നിയമമുണ്ട്. അതുപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും വിജയരാഘവൻ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇനി മുതൽ പ്ലാസ്റ്റിക് ഗ്ലാസുകൾക്ക് പകരം മൺപാത്രത്തിൽ ചായ. റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചതാണ് ഇക്കാര്യം. പ്ലാസ്റ്റിക് മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു നീക്കമെന്നും മന്ത്രി അറിയിച്ചു. ഗ്രേറ്റർ ഹൈദരാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കും പിന്നാലെ പ്രചാരണം നയിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തി. ഒറ്റത്തവണ അവസരം തന്നാൽ നഗരത്തിൽ മാറ്റം വരുത്താൻ BJPക്ക് കഴിയുമെന്നും കുടുംബാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും അഴിമതിയിൽ നിന്ന് സുതാര്യതയിലേക്കും നയിക്കുമെന്നും അമിത്ഷാ വാഗ്ദാനം ചെയ്തു. പാകിസ്ഥാനുമായി ചർച്ചയെന്ന ആവശ്യത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി. ചൈനയുമായി 9ഉം 10ഉം തവണ ചർച്ച നടത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ മുസ്ലിം രാജ്യമായതുകൊണ്ട് ചർച്ച പാടില്ലേയെന്നും എല്ലാം വർഗീയമായാണോ കാണുന്നതെന്നും മെഹബൂബ മുഫ്തി ചോദിച്ചു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോവിഡ് വാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണത്തിനിടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുവെന്നാരോപിച്ച ചെന്നൈ സ്വദേശിയായ 40-കാരനെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ്. നേരത്തെ ഇദ്ദേഹം 5 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ ഇന്നലെ 39,036 കോവിഡ് രോഗികൾ. മരണം 444. ഇതോടെ ആകെ മരണം 1,37,177 ഇതുവരെ 94.32 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.46 ലക്ഷം രോഗികൾ. 88.46 ലക്ഷം പേർ രോഗമുക്തി നേടി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 5,544 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 4,906 പേർക്കും പശ്ചിമ ബംഗാളിൽ 3,367 പേർക്കും കർണാടകയിൽ 1,291 പേർക്കും ആന്ധ്രയിൽ 620 പേർക്കും തമിഴ്നാട്ടിൽ 1,459 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ 4,91,613 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,31,273 പേർക്കും ബ്രസീലിൽ 24,468 പേർക്കും തുർക്കിയിൽ 29,281 പേർക്കും റഷ്യയിൽ 26,683 പേർക്കും ഇറ്റലിയിൽ 20,648 പേർക്കും രോഗം ബാധിച്ചു. 7,197 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 800 പേരും ഇറ്റലിയിൽ 514 പേരും മെക്സിക്കോയിൽ 586 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 6.30 കോടി കോവിഡ് രോഗികളും 14.64 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. അഫ്ഗാനിസ്ഥാനിൽ വിവിധയിടങ്ങളിലായി നടന്ന 2 ചാവേറാക്രമണത്തിൽ 34 പേർ കൊല്ലപ്പെട്ടു. സൈനിക കേന്ദ്രത്തെയും പ്രവിശ്യ തലവനെയും ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിലാണ് 31 സൈനികരടക്കം 34 പേർ മരിച്ചത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ആഗോള സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പാകിസ്ഥാനെ തിരിച്ചടി. ജമ്മു കാശ്മീർ വിഷയം പ്രത്യേകം ചർച്ചയ്ക്കെടുക്കണമെന്ന പാകിസ്ഥാൻ ആവശ്യമാണ് സംഘടനയിലെ അംഗരാജ്യങ്ങൾ അംഗീകരിക്കാഞ്ഞത്. ഇതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ പ്രത്യേക അനുബന്ധ യോഗം നടത്താനുള്ള പാക് നീക്കവും പരാജയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മാർഡോണയുടെ മരണം ഡോക്ടറുടെ അനാസ്ഥ മൂലമെന്ന് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡോക്ടർ ഡിയോപോൾഡോ ലുക്കിയയുടെ വീട്ടിലും ആശുപത്രിയിലും പോലീസ് പരിശോധന നടത്തി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. പരമ്പരയിലെ 2ാം മത്സരത്തിൽ 51 റൺസിനെ തകർത്താണ് ഓസീസ് പരമ്പര സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയ ഉയർത്തിയ 390 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 338 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും KL രാഹുലും ഇന്ത്യക്കായി മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂർ FCയെ സമനിലയിൽ കുരുക്കി ഒഡീഷ FC. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ISLൽ ചെന്നൈയിൻ FCക്കെതിരെ സമനിലയുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഗോൾ നേടാനാവാതെ ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞു. ചെന്നൈക്ക് ലഭിച്ച പെനാൽറ്റി രക്ഷപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് ആണ് മഞ്ഞപ്പടയെ തോൽവിയിൽ നിന്നും രക്ഷിച്ചത്.
പാക് ക്രിക്കറ്റ് താരം ബാബർ അസം വിവാഹ വാഗ്ദാനം നൽകി 10 വർഷത്തോളം ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണവുമായി യുവതി രംഗത്ത്. ഗർഭിണിയായി എന്നറിഞ്ഞതോടെ ബാബർ തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നും യുവതി. സെനഗലിന്റെ ഫുട്ബോൾ ഇതിഹാസ താരം പാപ്പ ബൂപ്പ ദിയൂപ് അന്തരിച്ചു. 2002 ഫുട്ബോൾ ലോകകപ്പിൽ അന്നത്തെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ ആദ്യ മത്സരത്തിൽ അട്ടിമറിച്ച സെനഗൽ ടീമിന്റെ വിജയ ഗോൾ നേടിയത് പാപ്പ ബൂപ്പ ദിയൂപ്പിയായിരുന്നു. 42 വയസ്സായിരുന്നു. ഇദ്ദേഹം ദീർഘനാളായി രോഗബാധിതനായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.